ഇവര് കാരണം ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു. എന്നിട്ടും എല്ലാത്തിൽ നിന്നും ഒതുങ്ങി ഞങ്ങളെ കൊണ്ടാകുന്ന ചെറിയ ബിസിനസ് തുടങ്ങി ജീവിക്കാൻ തീരുമാനിച്ചാ ഞങ്ങള്. പക്ഷേ അതിൽ പോലും അസൂയ തോന്നി ഇവര് ദാ ഈ നിൽക്കുന്ന പ്രൊഡക്ഷൻ മാനേജറെ കൊണ്ട് കള്ളപ്പേര് പറയിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്യിപ്പിച്ചു. ആഹാരം എവിടെയാണ് വിളമ്പേണ്ടതെന്ന് 1000 വട്ടം ചോദിച്ചിട്ടും ഇവര് പറഞ്ഞില്ല. അത് ഇവരുടെ നിർദ്ദേശമായിരുന്നു. ഞങ്ങളെ വെറും ജോലിക്കാരായി ഇവരുടെ മുന്നിൽ കിട്ടാൻ വേണ്ടി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്നം കഴിക്കുന്ന ഞങ്ങളുടെ തൊഴില് ഞങ്ങൾക്ക് ഈശ്വരനെ പോലെ. അതിന്റെ പേരിൽ ആരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനും ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ഏകദേശം ബോധ്യമായല്ലോ. പിന്നെ അവസാനമായിട്ട് ഒരു ഭീഷണി കൂടിയുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന്. ഞങ്ങൾ ഈ സെറ്റിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നതുപോലെ തിരിച്ചു പോകില്ല. 1 മിനിറ്റ് ഞാൻ സമയം തരാം. അത് ഇവർക്കുള്ളതാ. എന്നെയോ എന്റെ ഭാര്യ രാധികയോ ഈ വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ ആവാം. പക്ഷേ ഈ നിൽക്കുന്ന 2 എണ്ണത്തിനെ, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഈ 2 എണ്ണത്തിന്റെ കാല് ഇവിടെ തല്ലി ഒടിച്ചിട്ട് ഞാൻ പോകും. എന്താടി, എന്താ പറയെങ്കേ? എന്താ മുത്തശ്ശി, വെല്ലുവിളിക്കാനുണ്ടോ നിങ്ങക്ക്? പാത്രങ്ങൾ വണ്ടിയിലെടുത്ത് വെക്കുന്നത് വരെ ഇത് നിങ്ങളുടെ സാമ്രാജ്യമാണ്. ഇവിടെ നിങ്ങളെ നാണം കെടുത്തരുത് എന്ന തീരുമാനം എടുത്ത ഞാനും വരണം നിന്നത്. പക്ഷേ നിങ്ങളിത് ചോദിച്ചു വാങ്ങിച്ചതാ. അന്തസ്സില്ലാതെ ജീവിക്കുന്നവര് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. കൊട്ടും തട്ടിപ്പറിച്ചും കൂട്ടി വെച്ചിരിക്കുന്ന കോടികള് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ ജീവിച്ചു പോകാനുള്ള ആത്മാർത്ഥതയുണ്ട്. രാധിക, ഇനി നമുക്ക് പോവാം. അല്ലെങ്കിലേ മുത്തശ്ശി ചിലപ്പോ ബോധക്കേട് വരും. പ്രിയങ്കേ, നീ നന്നായിട്ട് അഭിനയിക്കുന്നവളല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിലേക്ക് കയറി നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചോണം. ഗുഡ് ലക്ക് രാധിക.